लेसन 17 सांस सांस में बाज। एक जादूगर थे चंगलनवा। अपने जीवन में उन्होंने कई बड़े बड़े करतब दिखलाए। അപ്പോൾ ഒരു മാജീഷ്യൻ ഉണ്ടായിരുന്നു, അയാളുടെ പേര് ചങ്കൽനബ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പല വലിയ വലിയ മാജിക് കാണിച്ചിട്ടുണ്ട്. ജബ് മർനെ കോ ഹുവേ, അപ്പോൾ മരിക്കാറായപ്പോൾ ലോഗോ സെ ബോലെ, ജനങ്ങളോട് പറഞ്ഞു, മുझे दफनाए जाने के छठे दिन मेरी कब्र खोद कर देखोगे तो कुछ नया सा पाओगे. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞ് 6ാമത്തെ ദിവസം എൻ്റെ കബർ എന്ന് പറയുന്നത് ശവപ്പെട്ടി തുറന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു സംഭവം കാണാം. കഹാ ജാത്താ ഹൈ കി, അപ്പോൾ പറയപ്പെടുന്നു എന്താണ്, മൗത് കെ ഛഠേ ദിൻ, മരിച്ചു കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം ഉൻകി ഖബർ ഖോദി ഗയി. അപ്പോൾ ആ ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ കുഴിച്ചെടുത്തപ്പോൾ ഉസ്മേ സേ നിക്ലെ ബാൻസ് കി ടോക്കറിയൊക്കെ കൈ സാരെ ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് ഈ ബാമ്പു കൊണ്ട്, ബാൻസ് എന്ന് പറയുന്നത് ബാമ്പു ആണ്. അപ്പോൾ ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയ പല തരത്തിലുള്ള ഡിസൈനാണ് അവർക്ക് കിട്ടിയത്. ലോഗോ നെ ഉനെ ദേഖ, അപ്പോൾ ജനങ്ങൾ അതൊക്കെ കണ്ടു. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം അയാളുടെ ശവപ്പെട്ടി നിന്ന് ഇത്രയൊക്കെ സാധനങ്ങൾ കിട്ടി, പുതിയ പുതിയ ഡിസൈൻസ് കിട്ടിയെന്നുള്ളത്. പഹലെ ഉൻകി നക്കൽക്കി, അപ്പോൾ ആദ്യം അവർ അതിൻ്റെ കോപ്പി എടുത്തു. നക്കൽ കർണ എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ അതിൻ്റെ അങ്ങനെ തന്നെ അത് പകർത്തിയെടുത്തു. और फिर नए डिज़ाइन भी बनाए. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പുതിയ അയാളുടെ പെട്ടിന്ന് ഡിസൈന് കിട്ടിയപ്പോൾ ജനങ്ങൾ തന്നെ പുതിയ പുതിയ ഡിസൈൻ ഉണ്ടാക്കാൻ തുടങ്ങി. ബാൻസ് ഭാരത് കെ വിഭിന്ന ഹിസ്സോ മേ ബഹുതായത് മേ ഹോത്താ ഹൈ. ഇപ്പോൾ ഈ ബാമ്പു ഇന്ത്യയിൽ പല സ്ഥലത്തും ഒരുപാട് ഉണ്ട്. ഭാരത് കി ഉത്തർ പൂർവി ക്ഷേത്ര, ഇപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് 7 രാജ്യം, അപ്പോൾ 7 സ്റ്റേറ്റിലും ബാൻസ് ബഹുത് ഉക്ത ഹൈ. അവിടെയാണ് ഏറ്റവും അധികം ബാമ്പു ഉണ്ടാവുന്നത്. इसलिए वहाँ बांस की चीज़ें बनाने का चलन भी खूब है. അതുകൊണ്ട് അവിടെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവരുടെ ലൈഫ്, അവരുടെ ജോലി. പൊതുവെ ഇപ്പം ബാക്കിയുള്ള സ്ഥലത്ത് കൃഷിയും ബിസിനസ്സൊക്കെ ആണെങ്കിൽ അവിടെ പൊതുവെ ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവിടെ ഏർണിങ് തിങ്. അവർക്ക് അവർ ശമ്പളം കിട്ടുന്നത്, അവർക്ക് കാശ് കിട്ടുന്നത് ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റിട്ടാണ്. സഭി സമുദായമേ ഭരൺ പോഷൻ മേ ഇസ്ക ബഹുത് ഹാത്ത്. അപ്പോൾ ഒരുവിധ എല്ലാ ജനങ്ങളും ഇതിൽ ഭരൺ പോഷൻ എന്ന് പറയുന്നത് ലൈവ്ലിഹുഡ്, അന്നന്നത്തെ നിത്യജീവിതം. यहाँ हम खास तौर पर देश के उत्तरी पूर्वी राज्य नागालैंड की बात करेंगे. അപ്പോൾ നമ്മളുടെ ഈ ലെസണിൽ മെയിനായിട്ട് പറയുന്നത് നാഗാലാൻഡിനെ കുറിച്ചിട്ടാണ്. നാഗാലാൻഡ് के निवासी में बांसों की चीज़ें बनाने का खूब प्रचलन है. അപ്പോൾ ഈ 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നാഗാലാൻഡിലാണ് ഒരുപാട് ഇപ്പോൾ ഈ ബാമ്പു കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. इंसान ने जब हाथ से कलात्मक चीज़ें बनानी शुरू की. അപ്പോൾ മനുഷ്യൻ എന്നാണോ കൈകൊണ്ട് ഒരു കലാത്മക് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ആർട്ടിസ്റ്റിക് തിങ് ഉണ്ടാക്കാൻ തുടങ്ങിയത്, ബാൻസ് കി ചീസ് തബി സെ ബൻ റഹി ഹൈ. അപ്പോൾ അന്ന് മുതൽ ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആവശ്യകത के अनुसार इसमें बदलाव हुए और अब भी हो रहे हैं. അപ്പോൾ നമ്മളുടെ ആവശ്യം അനുസാരം അവർ അതിന് ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം പണ്ടത്തെ കാലത്തെ സാധനങ്ങളല്ല ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. ഇപ്പോൾ പല ഡെക്കറേറ്റീവ് തിങ്സാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. कहते हैं कि बांस की बुनाई का रिश्ता उस दौर से है. അപ്പോൾ പറയപ്പെടുന്നത് എന്താണ്, ബാൻസ് കി ബുനായി ക റിഷ്ത, അപ്പോൾ ബാൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ റിലേഷൻ ഉസ് ദോർ സെ ഹെ, ആ കാലം തൊട്ടിട്ടാണ്. ഏത് കാലം തൊട്ടിട്ട്? ജബ് ഇൻസാൻ ഭോജൻ ഇക്കട്ട കർത്താ ഥാ, മനുഷ്യന്മാർ ഫുഡ് കളക്ട് ചെയ്യുന്ന ആ സമയം തൊട്ടിട്ടാണ് ഇപ്പോൾ ഈ ബാൻസ് കൊണ്ടുള്ള സാധനങ്ങളുടെ എന്താ പറയുക ആവശ്യങ്ങൾ. ഇപ്പോൾ ഒരു ബുനായിക്കാർ ബുനായി എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ്. പക്ഷേ ഇവിടെ സ്റ്റിച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ
ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. शायद भोजन इकट्ठा करने के लिए ही उसने ऐसी डलिया नुमा चीज़ बनाई होगी. അപ്പോൾ ചിലപ്പോൾ ഭോജൻ ഇക്കട്ട കർണേക്കില്ലേ, ഇപ്പോൾ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉനോനെ ऐसी डलिया नुमा चीज़ें बनाई होगी. डलिया नुमा എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ ആ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബാമ്പു കൊണ്ട് ആ ബാസ്ക്കറ്റ് പോലത്തെ സാധനം ഉണ്ടാക്കിയത്. बांस से केवल टोकरियाँ ही नहीं बनती. അപ്പോൾ ഈ ബാമ്പു കൊണ്ട് ഈ ഡലിയ നുമ ബാസ്ക്കറ്റ് മാത്രമൊന്നല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ബാസ് കി കപ്ചിയോ സെ ढेर ചീസേ ബനായി ജാത്തി ഹെ. ഈ കപ്ചി എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക, ഒരു ഓല പോലെ ഒരു സാധാ അവർ അതിനെ ചീന്തിയെടുക്കും. ഈ ബാമ്പുവിൻ്റെ മുകളിൽ നിന്ന് അതങ്ങനെ ചീന്തിയെടുക്കും. ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ പട്ട കൊണ്ട് ഇങ്ങനെ മുകളിലത്തെ ഇതിങ്ങനെ ചീന്താൻ പറ്റുമല്ലോ, ആ രീതിയിൽ തന്നെയാണ് ഈ ബാമ്പു. അതാണ് കപ്ചിയ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ജैसे तरह तरह की चटाइयाँ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർപ്പറ്റ്. ചട്ടായി എന്ന് ഉദ്ദേശിക്കുന്നത് പായ, ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന പായ. കാർപ്പറ്റ്, പിറ്റോപ്പിയ ഹാറ്റ്, ടൊപ്പി, ടോക്രിയ ബാസ്ക്കറ്റ്, ബർത്തൻ പാത്രങ്ങൾ, ബയൽഗാഡിയ എന്താണ് ബയൽഗാഡി എന്ന് പറഞ്ഞാൽ എന്താ, ബുള്ളോക്ക് കാളവണ്ടി. പിന്നെ ഫർണിച്ചർ, സജാവട്ടി സാമാൻ ഡെക്കറേറ്റീവ് തിങ്സ്, ജാൽ നെറ്റ്, മക്കാൻ വീട്, പിന്നെ പുൽ ബ്രിഡ്ജ് ഓർ ഖിലൗനെ ബി, പിന്നെ ടോയ്സ്, അതും ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. असम में ऐसे ही एक जाल जक्काई से मछली पकड़ते हैं. അപ്പോൾ ആസാമിൽ ഇപ്പം ഇങ്ങനെ ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കുന്ന നെറ്റ് അതിൻ്റെ പേര് ജക്കായി എന്നാണ്. അതുകൊണ്ടാണ് മീൻ പിടിക്കുന്നത്. छोटी मछलियों को पकड़ने के लिए इसे पानी की सतह पर रखा जाता है. അപ്പോൾ ഈ ചെറിയ ചെറിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പാനി കി സതഹ പർ, സതഹ എന്ന് പറഞ്ഞാൽ സർഫേസ്, വെള്ളത്തിൻ്റെ സർഫേസിൽ രഖാ ജാത്ത അവിടെ വെക്കും. യാ ഫിർ ധീരെ ധീരെ ചലത്തെ ഹുവേ ഖീച്ചാ ജാത്ത, അല്ലെങ്കിൽ പിന്നെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ട് ഇതിനിങ്ങനെ വലിച്ചു കൊണ്ടുവരും. അപ്പം എന്താ, ചെറിയ ചെറിയ മീൻ അതിൽ കുടുങ്ങും. आसाम कपचियों से तरह तरह की टोपियाँ भी बनाई जाती है. डिफरेंट टाइप्स ऑफ हैट्सुम ഉണ്ടാക്കുന്നുണ്ട്. आसाम के चाय बागानों के चित्र में तुम्हें लोग ऐसे टोपियाँ पहने दिख जाएंगे. അപ്പോൾ ആസാമിൻ്റെ ടീ ഗാർഡൻ അവിടെയാണ് ഈ തരത്തിലുള്ള തൊപ്പി ഇട്ടിട്ട് നമ്മൾ മനുഷ്യന്മാരെ കാണുക. और हाँ, उनकी पीठ पर टंगी बांस की बड़ी सी टोकरी देखना नहीं भूलना. അപ്പോൾ ആ ചായ ബാഗാനിൽ ഇപ്പോൾ ടീ പ്ലാന്റേഷനിൽ പോയി ടീ ലീവ്സ് പിക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ബാക്കിലുള്ള ആ വലിയ ഒരു ബാസ്ക്കറ്റ് അതും കാണാൻ മറക്കരുത്. പറയാൻ കാരണം എന്താ വെച്ചാൽ അതും ബാമ്പു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.